കോൺഗ്രസ് പാർട്ടിയുടെ കൊലവിളി മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഇനി ഇന്ത്യയും അവർ ഭീകരത പടർത്തി ഒരു യുദ്ധക്കളം ആക്കുമോ എന്ന് തോന്നിപ്പോകും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുന്നത്. ഇന്ത്യയുടെ ഭരണം തിരിച്ചുപിടിച്ച് ഇന്ത്യയെ നശിപ്പിക്കാനാണ് ഈ പാർട്ടി ലക്ഷ്യം വെക്കുന്നതും. ഇപ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമിത്ഷാ. കോൺഗ്രസ് വേദികളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കുന്ന പുതിയ പ്രവണതയാണ് കാണുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഹരിയാനയിലെ ബാദ്ഷാപൂരിൽ പൊതു റാലിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ ഹരിയാനയിൽ ഒരു പുതിയ പ്രവണത കാണുന്നുണ്ട്. ഹിതൻ മുതൽ തൻസേസർ വരെയും തൻസേസർ മുതൽ പൽവാൽ വരെയും കോൺഗ്രസ് വേദികളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട് എന്ന് അമിത്ഷാ പറഞ്ഞു. കൂടാതെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതെന്നും ഈ വിഷയത്തിൽ രാഹുൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഇതിനു പുറമെ പ്രീണനത്തിലൂടെ കോൺഗ്രസ് അന്ധരായിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അവർ ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരുമെന്ന് കോൺഗ്രസും രാഹുലും പറയുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാശ്മീരിന്റെ പതാക തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ 3 തലമുറകൾക്ക് പോലും ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ കാശ്മീർ നമ്മുടേതാണ്. മോദി സർക്കാർ ഉള്ളതുവരെ കാശ്മീരിൽ ഒരു പതാകയെ ഉണ്ടാകൂ. നമ്മുടെ ത്രിവർണ പതാക മാത്രമേ അവിടെ പാറിപ്പറക്കുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് എന്നാൽ അഴിമതി, ദുർഭരണം, കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയാണ് എന്ന് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. വോട്ട് ബാങ്കുകളെ മാത്രം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസ് എന്നാൽ അഴിമതിയും ദുർഭരണവുമാണ്. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നേതാക്കൾ പാവപ്പെട്ടവരെയും കർഷകരെയും വളരെയധികം ചൂഷണം ചെയ്തു. കർഷകരെ വഞ്ചിച്ച് അവരുടെ നിലകൾ കുത്തക കമ്പനികൾക്ക് കോൺഗ്രസ് വിട്ടു നൽകി. കോൺഗ്രസിന്റെ കാലത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതോടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ ഇന്ത്യയുടെ ഭാവി തിളങ്ങുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഹരിയാന ഭരിച്ചിരുന്ന കാലത്ത് ഭൂമി തട്ടിപ്പുകൾ ധാരാളമായിരുന്നു. പാവപ്പെട്ടവരുടെ ഭൂമി പണക്കാർ തട്ടിപ്പും വെട്ടിപ്പും നടത്തി തട്ടിയെടുക്കുമായിരുന്നു. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കോൺഗ്രസിന്റെ കാലത്ത് തൊഴിൽ ലഭിച്ചിരുന്നില്ല. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും രൂക്ഷമായിരുന്നു. എന്നാൽ ഇന്ന് ഭാരതത്തിന്റെ സ്ഥിതി അതൊന്നുമല്ല. രാജ്യത്തെ യുവതിയുവാക്കൾക്ക് ഇന്ന് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. അതേപോലെ അവർക്ക് രാജ്യത്തിനകത്തും പുറത്തും തൊഴിൽ ലഭിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഭാരതം അതിവേഗം വളരുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ഇത്രയും വളർച്ച കൈവരിക്കാൻ സാധിച്ചത്. ഓരോ മേഖലയും എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം തന്നെയും വികസനത്തിന്റെ കുതിപ്പ് നമ്മൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ റേഡിയോ പ്രോഗ്രാമായ മൻ കി ബാത്തിന് 10 വർഷം തികയുകയായിരുന്നു. 114ാമത് മൻ കി ബാത്ത് ആണ് കഴിഞ്ഞതും. ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞ ഈ അധ്യായം തന്നെ വികാരഭരിതനാക്കുന്നു എന്നും മൻ കി ബാത്തിന്റെ യാത്രകൾക്ക് 10 വർഷം തികയുകയാണ് എന്നും അതിന്റെ കാരണമാണ് എനിക്ക് സന്തോഷമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ പാകിസ്ഥാന് വിടുപണി ചെയ്യുന്ന കോൺഗ്രസിന് ദഹിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.